CMB ഒരു സമരവും കൂടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കോവിഡിൻ്റെ ദുരന്തം വന്ന സമയത്ത് CMB മാത്രമാണ് മരിച്ചവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തേക്ക് വന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമരമുഖം CMB ആരംഭിക്കുകയാണ്. അത് ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾ, മരിച്ചവർ മരിച്ചുപോയി, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ സ്വത്തും തൊഴിലും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പേരിനൊരു വാടക എന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കുന്നു. അത് തന്നെ എല്ലാവർക്കും കിട്ടുന്നില്ല. ഒരു കൂപ്പൺ കൊടുക്കുന്നു, അതും എല്ലാവർക്കും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. അതിനു പുറമെ 300 രൂപ വീതമാണ് ഇന്നിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഔദാര്യമായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, 300 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം കഴിയുക ഒരു ദിവസം? അത് 1-2 പേർക്ക് കിട്ടിയാൽ, അച്ഛനും അമ്മയ്ക്കും കിട്ടിയാൽ 1000-1500 രൂപയ്ക്ക് പണിയെടുത്തിരുന്ന 2 തൊഴിലാളികളൊരു കുടുംബത്തിൽ എങ്ങനെ ആ കുടുംബത്തിൽ കഞ്ഞി വെച്ച് കുടിച്ച് ജീവിക്കാൻ പറ്റും? എങ്ങനെ ആശുപത്രിയിൽ പോകും? ഇതൊന്നും ഗവൺമെൻറ്റിനൊരു പ്രശ്നമല്ല. 10 മാസക്കാലമായി 700 കോടി രൂപ പിരിച്ചു. 700 കോടി രൂപ സാധാരണ നിലയിൽ ബാങ്കിലിട്ടാൽ 10-60 കോടി രൂപ പലിശ കിട്ടും. പലിശ വാങ്ങിച്ച് ജീവിക്കുകയാണ് പിണറായി വിജയൻ. ദുരന്ത നിവാരണത്തിന് വേണ്ടി ജനങ്ങൾ കൊടുത്ത പണത്തിൻ്റെ പലിശ വാങ്ങി ജീവിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബത്തിന് 25,000 രൂപയെങ്കിലും പ്രതിമാസം നൽകണം. അത് മുതിർന്ന കുട്ടികളുള്ളവർ, അച്ഛനമ്മമാരുള്ളവർക്ക് കൂടുതൽ കൊടുക്കണം. ആ തരത്തിൽ ഒരു കുടുംബത്തിന് 25,000 രൂപ അടിയന്തരമായി എല്ലാ മാസവും ദുരിത നിവാരണമായി കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വീട് കൊടുക്കണം, വീട് പണി നടക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിൻ്റെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ? 300 രൂപയുടെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, മന്ത്രിയടക്കം പറയുന്നത് കേന്ദ്രം തരണം. കേന്ദ്രമാണോ പഞ്ചായത്താണോ സംസ്ഥാനമാണോ എന്നൊന്നും നമുക്ക് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ജീവിക്കണം, അതാണ് പ്രശ്നം. ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്. അതുകൊണ്ട് ഈ സമരത്തിൽ ഇന്ന് ഞാനിവിടെ വന്ന സമയത്ത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ഞാനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല സമരം ചെയ്യുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായും ചെയ്തു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എൻ്റെ സ്നേഹിതനാണ്, പക്ഷേ കാര്യമില്ല. അദ്ദേഹം പറയുന്ന എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൂരൽമലയിൽ നിന്ന് നമ്മൾ ഇന്നലെ ടെലിവിഷനിൽ കേട്ടത് കരച്ചിലാണ്. അവർ നിലവിളിക്കുകയാണ്. നിങ്ങൾ ഫയൽ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവർ പേടിച്ചരണ്ട് ഇന്ന് അവർ വലിയ ഭീതിയിലേക്ക് പുതിയ വെള്ളം വന്നിരിക്കുകയാണ്. അവിടെ നിർമ്മിച്ച താൽക്കാലിക പാലം പോലും ഇളകുന്ന അവസ്ഥയിലാണ്. അതേപോലെ തന്നെ ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട മേധാവിയായിട്ടുള്ള ശേഖർ കുര്യാക്കോസുമായി ഞാൻ സംസാരിക്കുകയും റവന്യൂ മിനിസ്റ്റർക്ക് ഒരു പരാതി ഇവിടെ തന്നെ വെച്ച് എഴുതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിയിൽ വേറൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. 25,000 രൂപ വരെ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക്, അവിടെ ദുരന്തബാധിതരായ 400 പേർക്ക് കൊടുക്കണം, പ്രതിമാസം കൊടുക്കണം. ഇതാണ് ഡിമാൻഡ്. ആ ഡിമാൻഡ് ഉയർത്തി പിടിച്ചുകൊണ്ട് CMB അനിശ്ചിതകാല സമരം ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നതായി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയാണോ, പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റിയാണോ, കേന്ദ്ര ഗവൺമെൻറ്റാണോ, അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഇവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വാടകയ്ക്ക് പുറമെ 25,000 രൂപ ഒരു കുടുംബത്തിന് നൽകണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു വലിയ സമരത്തിന് പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം അനിശ്ചിതകാല സമരമാണ്. അതിനുവേണ്ടി തയ്യാറാകാൻ CMBയുടെ സമരസജ്ജരായ മനുഷ്യസ്നേഹികളായ പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനെ സഹായിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ നടന്ന സമരത്തിൽ ഒരു വിജയമുണ്ടായി എന്ന് പറയാൻ കഴിയും. കാരണം റവന്യൂ മന്ത്രിയുമായി സംസാരിക്കാനും അതേപോലെ തന്നെ ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവികളുമായി സംസാരിക്കാനുമുള്ള അവസരം ഇന്ന് CMB സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം പാർട്ടി നടത്തുന്ന പോരാട്ടത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും, ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം സഹായമുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദം.